സസ്പെൻഷൻ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അതിനെതിരെ സംസാരിക്കാനോ എന്തിന് സസ്പെൻഡ് ചെയ്തെന്ന് ചോദിക്കാനൊന്നും ഞാനില്ല. അത് പാർട്ടിയുടെ അവകാശമാണ്. സസ്പെൻഡ് ചെയ്യാം, തിരിച്ചെടുക്കാം, ഒക്കെ ആവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ടുകൊണ്ട് പേടിച്ച് അയ്യോ എന്നെ പുറത്താക്കാൻ ഞാൻ ഒരിക്കലും പുറത്തു പോകില്ല. ഞാനാണ് എൻ്റെ തീരുമാനമെടുക്കുന്നത്. ഞാൻ ഈ പാർട്ടിക്കാരിയായി ഇനിയിപ്പോൾ അവർ തിരിച്ചെടുത്താലും ഇല്ലെങ്കിലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വ്യക്തിയായി മരണം വരെ, മരിക്കും വരെ, എൻ്റെ ഓർമ്മ അവശേഷിക്കും വരെ ഈ പാർട്ടിയിൽ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം. സസ്പെൻഡ് ചെയ്താലും കോൺഗ്രസ് കൗൺസിലർമാരോടൊപ്പം തന്നെ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും. എനിക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, അഴിമതിയുള്ള ഏതെങ്കിലും ഫയലുകളുണ്ടെങ്കിൽ ശക്തമായിട്ട് ഞാനതിനെ നേരിടും. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് അഴിമതി രഹിത ഭരണമാണ്. അതിൽ ചില അജണ്ടകളും കാര്യങ്ങളും വരുമ്പോൾ ചിലപ്പോൾ അതിനോട് കൂടെ നിൽക്കുകയാണെങ്കിൽ മൗനമായിട്ടിരിക്കേണ്ടി വരും. അവിടെ ഞാൻ മൗനമാകില്ല, ശക്തമായിട്ട് തന്നെ അതിനെ നേരിടും. അതുപോലെ ഇതിൽ പ്രധാനമായും പറയുന്നത് ഇന്നലെ ഉന്നയിച്ച ആരോപണമാണ്. അതായത് ഈ പണപ്പെട്ടിയുമായി പോയി പലർക്കും പണം നൽകിയതായ ആളുകൾ പറഞ്ഞു. ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പിന്നല്ലാതെ ഞാൻ വെറുതെ ഒരു കാര്യം ഇമാജിൻ ചെയ്ത്, സാങ്കല്പിക ലോകത്തല്ല. എന്നെ പലരും എന്നോട് പറഞ്ഞു, ഇങ്ങനെ പല അഭ്യൂഹങ്ങളും പുറത്തുണ്ട്, അവരങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, പലയിടങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ട കാര്യങ്ങൾ, അതിൽ എനിക്ക് മാറാൻ കഴിയില്ല. എന്നെ വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അതിൽ നിന്നൊന്നും ഞാൻ മാറുന്നില്ല. പക്ഷേ ഇനി പാർട്ടിക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ പോകില്ല. കാരണം ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിയുറച്ച വ്യക്തിയാണ്. കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ വീട്ടിൽ ഭക്ഷണമില്ലാത്ത സാഹചര്യങ്ങളിൽ ഗോതമ്പ് പൊടി കുറുക്കി ഭക്ഷണം വിശപ്പടക്കാൻ തരുന്ന സമയത്ത് ഒരു പക്ഷേ ഇലക്ഷൻ കാലഘട്ടങ്ങളായപ്പോൾ നമ്മൾ അതുകൊണ്ട് പശ കുറുക്കി പോസ്റ്റ് ഒട്ടിച്ച് നടന്നിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ വിവാഹം കഴിഞ്ഞ് വന്ന കാലം തൊട്ടേ തന്നെ ഇവിടുത്തെ നിയമസഭാ സ്ഥാനാർത്ഥികൾക്കും കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ആളുകൾക്കും വേണ്ടി എൻ്റെ വീട്ടിൽ തന്നെ പശ കുറുക്കി രാത്രി കാലങ്ങളിൽ നമ്മൾ പിന്നെ ഡെക്കറേഷന് വേണ്ട കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഉണക്കി കാത്തിരിക്കുന്ന ഒരാളാണ്. ഇന്നലെ എൻ്റെ മകൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് അങ്ങേയറ്റം വേദനയുണ്ടാക്കി. എൻ്റെ മകൾ പറഞ്ഞത്, അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണനോട് പറഞ്ഞത്, എൻ്റെ മമ്മി ഞങ്ങൾക്ക് തരേണ്ട സമയങ്ങളെല്ലാം പാർട്ടിക്ക് വേണ്ടി ചിലവഴിച്ച വ്യക്തിയാണ്. ഒരു സമരമുണ്ടാകുമ്പോൾ ഒരു പക്ഷേ എനിക്ക് ചോറ് പാത്രത്തിലാക്കുന്ന സമയത്താവും വിളി വരിക. അതേ മുദ്രാവാക്യം വിളിക്കാനെല്ലാം ഓടി വരണം, തുടങ്ങാറായി, എവിടെയാണ് ചോദിക്കുമ്പോൾ മമ്മി പറയും, മോളെ ഇങ്ങനെ പാത്രം അടച്ച് വേഗം ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടിട്ട് മമ്മി ഓടുന്നൊരു ചിത്രം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മിക്ക് ഒരു അവസരം വരുമ്പോൾ അത് ന്യായമായും കിട്ടേണ്ടതല്ലേ എന്നുള്ളത് ഞങ്ങളും ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. ഇനി അത് കിട്ടിയില്ലെങ്കിൽ മമ്മിയുടെ വിഷമം പറഞ്ഞു എന്ന് മാത്രം. വിഷമം മാത്രമല്ല, അതിലെ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ, ലാലി ജെയിംസ് എന്ന് പറയുന്ന ഞാൻ, അതിൻ്റെ ചില യാഥാർത്ഥ്യ വശങ്ങളിലേക്ക് കേട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്നുള്ളത് ശരിയാണ്. ഞാൻ പാർട്ടിയിൽ തന്നെ തുടരും. സസ്പെൻഷൻ കിട്ടി ഇന്നലെ മുതൽ ഒരുപാട് പാർട്ടിക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പെട്ടെന്ന് പാർട്ടി മാറിപ്പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. സസ്പെൻഷൻ വരും, ചിലപ്പോൾ തിരിച്ചെടുക്കും, ചിലപ്പോൾ ഇനിയിപ്പോൾ ഡിസ്മിസ് ചെയ്യണമെങ്കിൽ ഡിസ്മിസ് ചെയ്താലും ഒരു പാർട്ടിക്കാരിയായി തുടരാനായിട്ട് പാർട്ടി അംഗത്വം പോലും വേണ്ടെന്നാണ് എൻ്റെ നിലപാട്. കാരണം ഇലക്ഷൻ കാലഘട്ടത്തിൽ വീടുകളിലേക്ക് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ അടിയുറച്ച കോൺഗ്രസ് കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പാർട്ടിയിൽ നേതാക്കളൊന്നും അല്ലല്ലോ. അപ്പോൾ മരിക്കുന്നവരെ ഒരേ ഒരു ചിന്ത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതായത് ഈ നടപടി പെട്ടെന്നുണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇന്നലെ രാത്രി വൈകി ഈ നടപടി വരുന്നു. ഒരു പക്വത DCC പ്രസിഡന്റ് കാണിക്കണമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം ഇന്ന് ചിലപ്പോൾ ഇനി ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണോ, രാത്രി എനിക്കൊരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ, ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങളോടെ അറിയേണ്ടി വന്നത് ഒരു വിഷമകരമായൊരു കാര്യമാണ്. DCC പ്രസിഡന്റ് അവിടെ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു. അദ്ദേഹം വന്നിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, ഞങ്ങളെപ്പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു MLA ആയിട്ടില്ല, അദ്ദേഹം ഒന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന് DCC പ്രസിഡന്റ് സ്ഥാനം കയ്യിൽ വന്നപ്പോൾ അത് പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പലപ്പോഴും പക്വത കൈവിട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു ബോധ്യമുണ്ട്. കേട്ടിരുന്നു ചേച്ചി, കേൾക്കാനെങ്കിലും തയ്യാറായിരുന്നു? ഇല്ല, നെവർ. എന്നെ വിളിക്കുക പോലും അവർ ചെയ്തിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന പലരും എന്നെ വിളിച്ചു, ഇനി നമുക്ക് പിന്നെ കുറച്ചും കൂടെ സമാധാനമായി ഇരിക്കുക, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. കാരണം ഇത്രയും അടുത്ത് വന്നിട്ട് പല ആളുകളും കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കുക ചെയ്യണേ. കാരണം
ചാച്ചിക്ക് 4 തവണ സീറ്റ് തന്നില്ലേ, ചാച്ചി ഇനി കരയാതിരിക്കെ. അല്ല, ഇന്നലെ ഈ കൗൺസിൽ ഹാളിൽ പോലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചേച്ചി തുടരുകയാണ്. അതായത് മറ്റു സ്ഥലങ്ങളിൽ ഈ അതിർത്തിയുള്ള ആളുകൾ അത് കഴിഞ്ഞാൽ വോട്ട് ചെയ്താൽ അവർ ഇറങ്ങി പോകുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തത് എൻ്റെ പാർട്ടിയോടുള്ള ഒരു സ്നേഹം കൂറുമാണ്. കാരണം വെറുതെ വോട്ട് ചെയ്ത് പോവല്ല. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായി അവിടെ തന്നെ ഇരുന്നു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ പോരുന്നത്. അപ്പോൾ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പൊതുജനങ്ങളെ അറിയിക്കാനുള്ള മാർഗ്ഗമാണ് മാധ്യമങ്ങൾ. എന്നോട് എല്ലാവരും തൃശ്ശൂർ നഗരത്തിലെ 70% ആളുകളും ഇന്നലെ എനിക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റാത്തൊരു, ലാലി ഒരു ചതിയായി പോയി ലാലി, ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങളെയാണ്, എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നവരേ ഉള്ളൂ. അപ്പോൾ എന്നെ പ്രതീക്ഷിക്കുന്ന ജനങ്ങളുണ്ട്, എന്നോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. ഞാൻ ജനങ്ങളുടെ ഇടയിലാണ്, ഞാൻ ജനങ്ങളുടെ കൂടെയാണ്. ഈ ചെയ്തതും പറഞ്ഞതും തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ? വേണുഗോപാൽ പോലൊരു നേതാവിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. എനിക്ക് എന്തിനാണ്, ഞാൻ കെ സി വേണുഗോപാൽ